നമ്മുടെ കണ്ണുകൾക്ക് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ എലവേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, തകർക്കാനുള്ള കഴിവുണ്ട്. നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് നമ്മളെ ഉദ്ധരിച്ചെടുക്കുകയും ചെയ്യാം, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ നശിപ്പിച്ച് കളയും ചെയ്യാം. അങ്ങനെ ഒരു കഴിവുള്ള അവയവമാണ് കണ്ണ്. കണ്ണ് കാണാനുള്ളത് മാത്രമല്ല, കണ്ണ് നമ്മുടെ ബോധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാധന. ഒരു മനുഷ്യന്റെ കണ്ണ് കണ്ടിട്ട് ആ വ്യക്തിയുടെ സ്വഭാവം മനസ്സിലാക്കുന്ന തരത്തിലുള്ള പല ടെക്നോളജികളും ഉണ്ട്. ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുണ്ടാകുന്ന എല്ലാ മൂഡുകളും കണ്ണിലൂടെ പ്രതിഫലിക്കും. അപ്പൊ കണ്ണിലൂടെ നമ്മളുടെ ഇമോഷൻസ് പ്രതിഫലിക്കും. കണ്ണിലൂടെ നമ്മുടെ ജീവിതം എങ്ങനെ കിടക്കുന്നു എന്നുള്ളതൊക്കെ ഏകദേശം കണ്ടാൽ മനസ്സിലാവും. ഒരാളുടെ സങ്കടം, സന്തോഷമൊക്കെ കണ്ണിലൂടെ മനസ്സിലാവും. കണ്ണ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അവയവമാണ്. നമ്മുടെ ഇമോഷൻസിന്റെ ലോകം, അതായത് നമ്മുടെ മനസ്സിന്റെ ലോകം കണ്ണുകളിലൂടെ പുറത്തേക്ക് പ്രതിഫലിക്കും എന്നുള്ളൊരു കാരണത്താൽ നമുക്ക് അവിടെ ഒരു വലിയ സ്കോപ്പ് കിടക്കുന്നുണ്ട്. എന്താണെന്നറിയോ? കണ്ണുകളിലൂടെ നമ്മളുടെ മനസ്സിലേക്ക് കയറിപ്പോകാനും പറ്റും. അപ്പൊ നമുക്ക് മനസ്സ് കണ്ണിലൂടെ പുറത്തേക്ക് കാണപ്പെടുന്നുണ്ട് എങ്കിൽ കണ്ണിലൂടെ നമുക്ക് മനസ്സിനകത്തേക്ക് കയറി പോകാനും പറ്റും. അതായത് മനസ്സിനകത്ത് ഒരു മാറ്റം ഉണ്ടാക്കി എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ചില പ്രാക്ടീസുകൾ കണ്ണിന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നടക്കും എന്നർത്ഥം. ഇതിന് ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമുണ്ട്. ലോകത്ത് രണ്ട് തരത്തിലുള്ള പങ്കകളുണ്ട്, ഫാനുകൾ. രണ്ട് തരത്തിലുള്ള ഫാനുകളുണ്ട്. ഒരു ടൈപ്പ് ഫാനുകൾ കറണ്ടിനെ കൺസ്യൂം ചെയ്തിട്ട് കാറ്റാക്കി മാറ്റുന്ന ഫാനുകളാണ്. ഇപ്പോൾ ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഫാൻ അതാണ്. കറണ്ടിനെ കൺസ്യൂം ചെയ്തിട്ട് കാറ്റാക്കി മാറ്റുന്ന ഫാന്. വേറൊരു ടൈപ്പ് ഫാൻ ഉണ്ട്, കാറ്റിനെ കൺസ്യൂം ചെയ്തിട്ട് കറണ്ടാക്കി മാറ്റുന്ന ഫാൻ. അതാണ് വിൻഡ് മിൽ, കാറ്റാടി യന്ത്രം എന്ന് പറയും. അപ്പോൾ ഒരു ടെക്നോളജി തന്നെ തിരിച്ചും മറച്ചും ഉപയോഗിക്കുകയാണ്. ഇതേപോലെയാണ് നമ്മുടെ മനസ്സിന്റെ കാര്യം. നമ്മുടെ മനസ്സ് കണ്ണുകളിലൂടെ പുറത്തേക്ക് പ്രതിഫലിക്കുന്നുണ്ട് എങ്കിൽ കണ്ണുകളിലൂടെ നമുക്ക് മനസ്സിനകത്തേക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനും പറ്റും എന്നാണ്. ആ ഒരു സ്കോപ്പിനെ യൂസ് ചെയ്തുകൊണ്ടാണ് മൈൻഡ്ഫുൾനെസ് ആക്ട് പ്രാക്ടീസുകളിൽ കണ്ണുകൊണ്ട് ചെയ്യുന്ന പ്രാക്ടീസുകൾ യൂസ് ചെയ്യുന്നത്. ത്രാടക മെഡിറ്റേഷനൊക്കെ ഈ ടൈപ്പ് സാധനങ്ങളാണ്. ഒരു ചുമരിൽ ഒരു കുത്തിട്ടിട്ട് അതിനെ നോക്കിക്കൊണ്ടിരിക്കുക, നോക്കിക്കൊണ്ടിരിക്കെ കണ്ണടയ്ക്കുക, കണ്ണടച്ചിട്ട് മനസ്സിൽ ആ കുത്തിനെ കാണാൻ ശ്രമിക്കുക, വെള്ളപ്രതലത്തിലുള്ള കറുത്ത കുത്തിനെ. മനസ്സിൽ കാണാൻ പറ്റാതെയാകുമ്പോൾ വീണ്ടും കണ്ണ് തുറക്കുക. ഇങ്ങനെയുള്ള പ്രാക്ടീസുകൾ ഇതേപോലെയാണ്. ദീപം, കാൻഡിൽ എന്തെങ്കിലും കത്തിച്ച് വെച്ചിട്ട് ഇളകാത്തൊരു ഫ്ലെയിമിനെ നോക്കിയിരിക്കുക, നോക്കി നോക്കി കണ്ണടയ്ക്കുക, ആ ഫ്ലെയിമിനെ ഇതിനകത്ത് കാണാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ കുറെ പ്രാക്ടീസുകളുണ്ട്. ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു നല്ല പ്രാക്ടീസ് പണ്ട് മുതലേ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഒരു പ്രാക്ടീസാണ് സൂര്യദർശനം. സൂര്യനെ മിക്ക കൾച്ചറുകളിലും ഡിവൈൻ പരിവേഷത്തോട് കൂടിയിട്ടാണ് കാണാറുള്ളത്. ഹിന്ദുമതത്തിലൊക്കെ സൂര്യദേവൻ എന്നാണ് പേര് തന്നെ. മിക്ക ഗ്രീക്ക് സംസ്കാരങ്ങളിൽ, മറ്റു പല സംസ്കാരങ്ങളിലും സൂര്യനെ ഒരു ദൈവീക പരിവേഷത്തോടു കൂടിയാണ് മനുഷ്യൻ കാണുന്നത്. അതിനുള്ള കാരണം ഒറ്റൊന്നാണ് കേട്ടോ. എന്താ വെച്ചാൽ മനുഷ്യൻ, പുരാതന കാലത്തെ മനുഷ്യൻ നമ്മുടെ ജീവൻ നിലനിൽക്കുന്നതിന്റെ ആധാരമായിട്ട് എന്തൊക്കെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യം മഴ, സൂര്യൻ, ഇതൊക്കെ ഇല്ലെങ്കിൽ ഇവിടെ പച്ചക്കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, പ്രകൃതി വിഭവങ്ങൾ ഉണ്ടാവില്ല, പിന്നെ നമുക്ക് കണ്ണ് കാണാൻ പറ്റില്ല സൂര്യൻ ഇല്ലെങ്കിൽ. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് സൂര്യൻ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്തായിരിക്കും എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ട്, അപ്പൊ സൂര്യൻ ഉണ്ടെങ്കിൽ, സൂര്യൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതം ഇത്രയും മനോഹരമായിട്ട് ജീവിക്കാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് സൂര്യനെ ഒരു ഡിവൈൻ പരിവേഷം കൊടുത്തു. സൂര്യദേവൻ എന്നൊക്കെ വിളിക്കുന്നു. ദേവൻ എന്ന് പറഞ്ഞാൽ ദൈവം എന്നൊന്നല്ല കേട്ടോ അർത്ഥം. ദേവൻ എന്ന് പറഞ്ഞാൽ പ്രദാനം ചെയ്യുന്ന ആള് എന്നാണ് അർത്ഥം. നൽകുന്നവൻ എന്നാണ് അർത്ഥം ദേവൻ എന്ന് പറഞ്ഞാൽ. നൽകുന്ന ആള്. സൂര്യൻ പലതും നൽകുന്ന ആളാണ്. ചൂട് നൽകുന്ന ആളാണ്. ആളല്ല, ചൂട് നൽകുന്ന ഒരു ഒബ്ജക്റ്റാണ്. വെളിച്ചം നൽകുന്ന ഒരു ഒബ്ജക്റ്റാണ്. അപ്പോൾ നൽകുന്നൊരു സാധനം ആയതുകൊണ്ട് അതിനൊക്കെ മനുഷ്യൻ ഡിവൈൻ പരിവേഷം കൊടുക്കും, നൽകുന്ന സാധനത്തിന്. അപ്പൊ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് അത്തരത്തിലുള്ള ആചാര പദ്ധതികളൊന്നും അല്ല ഞാനിവിടെ പറയുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. മനുഷ്യന് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് സൂര്യൻ ഉദിച്ചു വരുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും കാണാൻ. അതിനിപ്പോ നമുക്ക് സൂര്യനെ ദേവനായിട്ട് കാണേണ്ട ആവശ്യമില്ല, സൂര്യ ആരാധനയുടെ ആവശ്യമില്ല. മനുഷ്യന് നാച്ചുറലി സൂര്യന് ഇഷ്ടമാണ് പണ്ട് മുതലേ. ഉച്ചയ്ക്ക് ഇഷ്ടമല്ല, രാവിലെയും വൈകുന്നേരത്തും വലിയ ഇഷ്ടമാണ് സൂര്യന്. അപ്പോൾ നമ്മൾ പല ആളുകളും സൂര്യോദയം ഒന്നും കാണാറേ ഇല്ല എന്നുള്ളതാണ് സത്യം. രാവിലെ ഈ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ വീടിനുള്ളിൽ തന്നെ ഒരുപാട് തിരക്കിലാണ്. പണ്ട് കാലത്ത് സൂര്യോദയമൊക്കെ മനുഷ്യർ നേരിട്ട് കാണാൻ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് ജലാശയങ്ങളിൽ പോയി കുളിക്കുന്ന കൾച്ചർ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ആ സമയത്ത് ഏകദേശം സൂര്യോദയ സമയമായിരിക്കും രാവിലെ. അപ്പോൾ സൂര്യനെ കാണാൻ പറ്റുമായിരുന്നു മനുഷ്യർക്ക്. ഇന്ന് നമ്മൾ സൂര്യനെ ഒന്നും കാണുന്നില്ല, അതിന് പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ പ്രാക്ടീസ് എന്താ വെച്ചാൽ സൂര്യനെ കാണുക എന്നുള്ളതാണ്. നാളെ ചെയ്യേണ്ട ഒരു പ്രാക്ടീസാണ് സൂര്യനെ കാണുക.
എന്നാലും സൂര്യനെ നേരിട്ട് നോക്കാൻ പാടില്ല. അത് റെറ്റിനയ്ക്ക് കേടാണ് കേട്ടോ. അങ്ങനെ ആരൊക്കെയോ പഠിപ്പിക്കുന്നുണ്ടെന്നൊക്കെ എനിക്ക് കേട്ടിട്ടുണ്ട്. സൂര്യനെ നോക്കിയിട്ടുള്ള മെഡിറ്റേഷനൊക്കെ. സൂര്യനെ നേരിട്ട് നോക്കരുത്. സൂര്യനെ നേരിട്ട് നോക്കി എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, നിങ്ങൾക്കിത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലെൻസ് എടുക്കുക. ഒരു കോൺവെക്സ് ലെൻസ് വാങ്ങുക. എന്നിട്ട് നിങ്ങളുടെ ഈ ചർമ്മം എവിടെയെങ്കിലും ഇങ്ങനെ അതിന്റെ പോയിന്റ് വീഴുന്ന രീതിയിൽ ഈ സൂര്യനെ ഇങ്ങനെ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കുക ആ ലെൻസ്. അത് രാവിലത്തെ സൂര്യനാണെങ്കിൽ പോലും ഒരു പ്രത്യേക പോയിന്റിൽ എത്തുമ്പോൾ വെളിച്ചം കുറച്ചെങ്കിലും വെയിൽ വരുന്നുണ്ടെങ്കിൽ ഇതിവിടെ ഷാർപ്പാവും. ഈ വെളിച്ചം ഷാർപ്പാവുന്ന സമയത്ത് അവിടെ ബേൺ. ഈ സംഭവമാണ് നമ്മുടെ കണ്ണിനകത്ത് നടക്കുന്നത്. കോൺവെക്സ് ലെൻസാ കണ്ണിൽ. അപ്പൊ കണ്ണിനുള്ളിലെ ചില ഭാഗങ്ങൾ ബേൺ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂര്യനെ നേരിട്ട് നോക്കരുത് പറഞ്ഞ് ഇങ്ങനെ അബ്സ്ട്രാക്റ്റ് വിഷനാണ് വെക്കേണ്ടത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണ്ണ് തുറന്നു വെക്കുന്നു, സൂര്യനെ നോക്കുന്നൊന്നുമില്ല. സൂര്യനും നമ്മുടെ കണ്ണിൽ ഉൾപ്പെടുന്നുണ്ട്. സൂര്യനെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഒരു മെഡിറ്റേറ്റീവ് മോഡിൽ കണ്ണുകളെ വെക്കും. എന്നിട്ട് സൂര്യോദയത്തെ നമ്മളിങ്ങനെ എൻജോയ് ചെയ്യും. സൂര്യോദയത്തെ ശ്രദ്ധിക്കുക, സൂര്യോദയത്തെ ആസ്വദിക്കുക. സൂര്യനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണടയ്ക്കുക. സാവധാനം നിങ്ങളൊരു 5 തവണയെങ്കിലും ഇത് റിപ്പീറ്റ് ചെയ്യണം. സാവധാനം കണ്ണടയ്ക്കുക. ആ സൂര്യനെ മനസ്സിൽ ഇവിടെ കാണാൻ ശ്രമിക്കുക. കണ്ണിൻ്റെ ഉള്ളിലുള്ളതായിട്ട് കാണാൻ ശ്രമിക്കുക. സൂര്യനെ കാണാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ വന്നാൽ കണ്ണു തുറക്കുക. വീണ്ടും സൂര്യനെ മനസ്സിൽ പതിക്കുക, വീണ്ടും കണ്ണടയ്ക്കുക. ഇങ്ങനെ പല തവണ നമ്മൾ സൂര്യനെ കാണുകയും മനസ്സിൽ കാണുകയും വീണ്ടും കാണുകയും മനസ്സിൽ കാണുകയും ചെയ്തുകൊണ്ടേയിരിക്കും. ത്രാടക മെഡിറ്റേഷൻ്റെ ഒരു വകഭേദമാണ് കേട്ടത്. പക്ഷേ ഇത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ആണ്. ഈ സമയത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, മനസ്സ് എവിടെയും പോകരുത്. സൂര്യനെ കുറിച്ചിട്ടായിരിക്കണം ചിന്ത. സൂര്യൻ ഈ ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന്റെ ആധാരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ്. അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് എന്ന് കരുതിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ഈ ദിവസത്തെ പ്രാക്ടീസ്. സൂര്യദർശനം, സൂര്യനെ കാണുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ പ്രാക്ടീസ് ചെയ്യുക. ഈ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? കണ്ണുകളിൽ കാണുന്ന ഒരു ചിത്രത്തെ, ഒരു രൂപത്തെ കണ്ണുകളിൽ കൺകുളിർക്കെ കാണുകയും പിന്നെ കണ്ണടച്ച് മനസ്സിനകത്ത് കാണുകയും ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് ന്യൂറോ നെറ്റ്വർക്ക് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം കണ്ണുകൊണ്ട് കാണലും മനസ്സിൽ കാണലും എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കത് ചെയ്യുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നുമെങ്കിലും നമ്മളുടെ ന്യൂറോൺ നെറ്റ്വർക്കുകളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കേണ്ടി വരുന്നുണ്ട്. കണ്ട കാഴ്ചയെ തലച്ചോറ് സ്വീകരിച്ച് മെമ്മറി ബാങ്കിൽ വെച്ചിട്ട് കണ്ണടയ്ക്കുന്ന സമയത്ത് മെമ്മറി ബാങ്കിൽ നിന്ന് ഡീകോഡ് ചെയ്തിട്ട് ദൃശ്യമായിട്ട് നമ്മുടെ മനസ്സിന് കാണിച്ചു തരണം. അപ്പോൾ നമ്മുടെ ഈ ന്യൂറോ പാത്വേയിലൂടെ, ഈ വിഷ്വൽ കോർട്ടക്സിന്റെ പാത്വേയിലൂടെ അങ്ങോട്ടും മെമ്മറി സ്റ്റോറേജിലേക്കും, മെമ്മറി സ്റ്റോറേജിൽ നിന്ന് തിരിച്ച് ഡിസ്പ്ലേ ഏരിയയിലേക്കും, മെന്റൽ ഡിസ്പ്ലേ ഏരിയയിലേക്കും തിരിച്ചും മറിച്ചിട്ടും ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ നടക്കും. ഇത് നമ്മുടെ ബ്രെയിനിന്റെ ആ ഒരു വിഷ്വൽ കോർട്ടക്സ് ഭാഗത്തേക്ക് ഒരു എക്സർസൈസാണ്. നമ്മുടെ ഇമോഷൻസും കണ്ണും തമ്മിലുള്ള കണക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മളുടെ മനസ്സിന്റെ ലോകത്തിലേക്ക്, ഇമോഷന്റെ ലോകത്തിലേക്ക് ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാണ്. ഇത് നിങ്ങൾക്ക് പൊതുവെ റെഗുലർലി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടീസാണ് കേട്ടോ. റെഗുലറായിട്ട് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ കാണണം, ചെയ്യണം എന്നൊക്കെ തോന്നുന്ന ദിവസങ്ങളിലെങ്കിലും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക സൂര്യൻ. ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ടൊരു കാര്യം കൂടെ പറയുകയാണ്. ഒട്ടുവിധ മാനസിക പ്രശ്നങ്ങൾക്കും ശാരീരിക പ്രശ്നങ്ങൾക്കും സൂര്യന്റെ വെളിച്ചം കൊള്ളുന്നില്ല എന്നുള്ളൊരു റീസൺ ആണ് മെയിൻ ആയിട്ടുള്ള റീസൺ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, മോർണിംഗിലോ ഈവനിങ്ങിലോ ഉള്ള അധിക തീഷ്ണമല്ലാത്ത സൂര്യപ്രകാശം മിനിമം ഒരു 20 മിനിറ്റെങ്കിലും നമ്മുടെ ശരീരത്തിൽ കൊള്ളണം. ഞാനിതെന്നും ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ആ സൂര്യൻ അത്യാവശ്യം ഒരു 8 മണി ആ ഒരു സമയത്തൊക്കെ കുറച്ച് നല്ല പോലെ വെളിച്ചം ഉണ്ടാകുന്ന സമയത്ത് പുറത്തിറങ്ങി ഗാർഡനിങ് ചെയ്യും. അത് മെയിനായിട്ട് എനിക്ക് സൂര്യപ്രകാശം കിട്ടാൻ കൂടെ വേണ്ടിയിട്ടാണ്. സൂര്യപ്രകാശം കൃത്യമായിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സർക്കാഡിയൻ റിതം താളം തെറ്റും. അതായത് നമ്മുടെ മെലട്ടോണിൻ, ശരീരത്തിലെ മെലട്ടോണിൻ എന്ന് പറയുന്ന ആ ഒരു ഹോർമോണിന്റെ വ്യവസ്ഥ താളം തെറ്റും. അത് താളം തെറ്റി നമ്മുടെ ഉറക്കത്തെ ബാധിക്കും, മാനസികാവസ്ഥയെ ബാധിക്കും. സർക്കാഡിയൻ റിതം, നമ്മുടെ ശരീരത്തിന്റെ താളവും പ്രകൃതിയുടെ താളവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബയോളജിക്കൽ ക്ലോക്കാണ്. അത് താളം തെറ്റും. സൂര്യനുമായി കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ബോഡിയിൽ ഈ ഒരു താളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സൂര്യപ്രകാശം നമ്മൾ നല്ലപോലെ നമ്മുടെ ശരീരത്തിൽ കൊള്ളണം. നല്ല കാര്യമാണത്. ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പ്രാക്ടീസ് എല്ലാവരും ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ നമ്മൾക്ക് അറിയിക്കുക. ഈ ഒരു പ്രാക്ടീസ് ഒരു ദിവസം പ്രാക്ടീസായിട്ട് ഒതുക്കണ്ട, റെഗുലറായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് അഥവാ ഇതിൽ സൂര്യോദയം കിട്ടിയില്ലെങ്കിൽ സൂര്യാസ്തമയം ചെയ്താലും മതി. ഞാൻ സൂര്യോദയം എന്ന് പറഞ്ഞു എന്ന് മാത്രം. സൂര്യാസ്തമയായാലും കുഴപ്പമൊന്നുമില്ല. മനസ്സിരുത്തി ഒരു മെഡിറ്റേറ്റീവ് മോഡിൽ ഈ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ.